മാധ്യമങ്ങൾക്ക്, പ്രേക്ഷകർക്ക് ഇപ്പോൾ പുതുമ തോന്നാത്ത ഒരു വാർത്തയും ദൃശ്യവുമാണിത്. തിരുവനന്തപുരത്തെ മുതലപ്പുഴയിൽ വീണ്ടും അപകടം. ഇത്ര പേർ മരിച്ചു, ഇത്ര പേരെ രക്ഷപ്പെടുത്തി, ബോട്ട് പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു. ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടുവിടാൻ മാത്രം നിസ്സാരമാണോ മുതലപ്പുഴയിലെ ദുരന്തസ്ഥിതി? 2002 നിർമ്മാണം തുടങ്ങി പലവട്ടം നിർത്തിയും പുനരാരംഭിച്ചും 2020 മുതലപ്പുഴയിൽ പുലിമുട്ട് യാഥാർത്ഥ്യമാകുന്നത്. 440 മീറ്റർ നീളവും 90 മീറ്റർ വീതിയും. വർക്കല മുതൽ തുമ്പ വരെയുള്ള 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് മുതലപ്പുഴയിൽ മത്സ്യബന്ധനം നടത്തുന്നത്. അവരിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ജീവൻ നഷ്ടമായത് 70ഓളം പേർക്ക്. മറ്റ് തീരമേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി മുതലപ്പുഴയിൽ എന്താണ് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത്? പുലിമുട്ടിന്റെ പ്രവേശന കവാടത്തിൽ മണൽ നിറഞ്ഞ് ആഴം കുറഞ്ഞതും മണലും പാറക്കല്ലുകളും അടിഞ്ഞുകൂടി വീതി കുറഞ്ഞതുമാണ് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് പുലിമുട്ടിന്റെ വീതി 60 മീറ്ററായി കുറഞ്ഞു. 6 മീറ്ററെങ്കിലും ആഴം വേണ്ടിടത്ത് ഉള്ളത് 1.5 മീറ്റർ മാത്രം. പുലിമുട്ട് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന തീരജനതയുടെ ആരോപണം ശരിവെക്കുന്നതാണ് അപകടങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച പുനെയിലെ CWPRSന്റെ റിപ്പോർട്ട്. നിലവിലെ അലൈൻമെന്റ് തുടർന്നാൽ മുതലപ്പുഴയിൽ അപകടങ്ങൾ ആവർത്തിക്കും. പുലിമുട്ടിന്റെ നീളം കൂട്ടണം, പ്രവേശന കവാടം മാറ്റി സ്ഥാപിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ CWPRS സർക്കാരിന് സമർപ്പിച്ചു. എന്നാൽ ഈ റിപ്പോർട്ടിനെ തുടർന്നുള്ള നടപടികളും പരിഹാരങ്ങളും നടപ്പിലാകാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? എത്ര മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരും? മുതലപ്പുഴയിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും ഫലപ്രദമായ വഴി ആഴം കൂട്ടുകയാണ്. അതിന്റെ ഉത്തരവാദിത്തം അദാനി കമ്പനിക്കാണ്. മണൽ കുമിഞ്ഞുകൂടിയത് മൺസൂണിന് മുമ്പ് കാര്യക്ഷമമായി നീക്കം ചെയ്യാത്തതാണ് എല്ലാ വർഷവും അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണം. 2020 മുതലുള്ള കണക്കെടുത്താൽ മുതലപ്പുഴയിൽ അപകടവും മരണവും കുറഞ്ഞ ഒറ്റ വർഷമേ ഉണ്ടായിട്ടുള്ളൂ, 2022. ഡ്രഡ്ജർ ഉപയോഗിച്ച് അന്ന് മണൽ നീക്കവും കടലിന് ആഴമുറപ്പിക്കലും കൃത്യമായി നടന്നുവെന്ന് കാണാം. മണ്ണുമാന്തി യന്ത്രം കൊണ്ടുള്ള ഇന്നത്തെ മണൽ നീക്കം വെള്ളത്തിൽ ആണിയടിക്കുന്നത് പോലെ വെറുതെയാണ്. അപകടമുണ്ടായാൽ മുതലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിലും സർക്കാർ നൽകിയ ഉറപ്പൊന്നും പാലിച്ചു കണ്ടിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ച മറൈൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലുള്ളവരെല്ലാം പിരിഞ്ഞുപോയി. കോസ്റ്റൽ പോലീസും മറൈൻ ബോട്ടിലെത്തുന്ന 4 പേരും മത്സ്യത്തൊഴിലാളികളുമാണ് ഇന്ന് മുതലപ്പുഴയിലെ രക്ഷാപ്രവർത്തകർ. മുൻപൊന്നുമില്ലാത്ത മറ്റൊരു പ്രതിസന്ധി കൂടി ഇന്ന് മുതലപ്പുഴ നേരിടുന്നുണ്ട്. നേരത്തെ മൺസൂൺ കാലത്ത് മാത്രമുണ്ടായിരുന്ന അപകടങ്ങൾ ഇന്ന് ചെറിയ കടലാക്രമണ സമയത്ത് പോലും ഉണ്ടാകുന്നു. ഈ ഏപ്രിലിൽ മാത്രം 6 അപകടവും 1 മരണവും അവിടെ നടന്നു. കോസ്റ്റൽ പോലീസിന്റെ രക്ഷാപ്രവർത്തന ബോട്ട് ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടു. മുൻ അനുഭവങ്ങൾ മുന്നിലുണ്ടായിട്ടും ഇത്രയേറെ സമയമുണ്ടായിട്ടും മണൽ നീക്കം വേഗത്തിലാക്കാൻ അദാനി കമ്പനി ഉത്സാഹം കാട്ടിയിട്ടില്ലെന്ന് കാണാം. മുതലപ്പുഴക്കാരുടെ പ്രതിഷേധം നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടും സമ്മർദ്ദം ചെലുത്താൻ മന്ത്രിമാരാരും പരിശ്രമിച്ചില്ല. എന്നിട്ടോ അപകടമുണ്ടായാൽ മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതാണ് കുറ്റമെന്ന ന്യായം മാത്രം ബാക്കിയാണ്.